ഹലോ ഓൾ, വെൽക്കം ടു MC ദ മാജിക് സർക്കിൾ. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കിയാലോ? വെറൈറ്റി ആയിട്ട് നമുക്ക് കപ്പ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് കപ്പ പായസം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. 1 കിലോ കപ്പ, 1/2 കിലോ ശർക്കര, 2 വലിയ തേങ്ങ, കശുവണ്ടി, ഉണക്കമുന്തിരി, ഏലക്ക, നെയ്യ്. ഇതേപോലെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കപ്പ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാം. ശേഷം അതിൽ നിന്ന് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിവെക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ശർക്കര ഇങ്ങനെ ചേർക്കാം. അതൊരുകി ഇങ്ങനെ പാനീയമായി തീരുമ്പോൾ അരിച്ച് മാറ്റി വേറൊരു ബൗളിലേക്ക് വെക്കുക. ചിരകി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ പിഴിഞ്ഞ് 3 വെവ്വേറെ പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് അരിച്ചെടുക്കുക. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഇടാം. ഉരുളി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം. നെയ്യ് ഉരുകി പാകമാകുമ്പോൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു യെല്ലോയിഷ് കളറാകുമ്പോൾ ദേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 3-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3-ാം പാലും 2-ാം പാലും നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് അടി പിടിക്കാത്ത രീതിയിൽ വേണം ഇളക്കാനായിട്ട്. ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴാണ് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഗാർണിഷിംഗ് ഐറ്റം സെറ്റ് ആക്കാനുള്ള പണിയിലേക്ക് കിടക്കാം. അതിനായിട്ട് പാത്രം ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കാനായിട്ട് ഇടാം. നെയ്യ് ഉരുക്കി ഇങ്ങനെ സെറ്റ് ആകുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി മാറണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കിസ്മിസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ പായസം ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച 5-8 ഏലക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടിച്ച ഏലക്കയും വേണമെങ്കിൽ ഇടാം, പക്ഷെ എനിക്കിഷ്ടം ചതച്ചതായ കാരണം, ഏലക്ക അതിനകത്ത് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമായ കാരണം ഞാൻ ചതച്ചതിട്ടു. ഇനി നന്നായി ഇളക്കാം. അപ്പോൾ ദേ പായസം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ അതേ ലാസ്റ്റായിട്ട് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കഷ്ണണ്ടിയും കിസ്മിസും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പായസം വേറൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മുന്തിരിയും കഷ്ണണ്ടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കപ്പ പായസം ഇവിടെ റെഡിയാണ്, സെറ്റായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ട് കപ്പ പായസം ഉണ്ടാക്കാം.